ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവാണ് ഗൈസ്. നമ്മളിന്ന് കട്ടപ്പന ഇടുക്കിയിൽ പോവുകയാണ് ഗൈസ്. പോകുന്ന വഴിക്കൊക്കെ എന്താ അടിപൊളി വ്യൂ ആണെന്നറിയോ ഗൈസ്. നമ്മൾ ബസ്സിനാട്ടോ ഗൈസ് പോകുന്നത്. നമുക്ക് ട്രെയിനില്ലല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ നമുക്ക് ബസ്സിന് തന്നെ പോകണം. അപ്പം ഞാൻ, അമ്മമ്മ, ആൻറ്റി, പിള്ളേർ, ആൻറ്റിയുടെ അമ്മ എല്ലാവരും കൂടിയിട്ടാട്ടോ ഗൈസ് പോകുന്നത്. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് പിള്ളേരൊക്കെ കുഴഞ്ഞ്, അമ്മയ്ക്കാണെങ്കിൽ വയ്യ അവസാനമായപ്പോൾ പിന്നെ നമ്മൾ അങ്കിള് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്കിളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അവസാനം നമ്മളവിടെ വീടെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ ഭയങ്കര കളിയും ബഹളം ഒക്കെ ആയി. അപ്പോൾ ഗൈസ് നമ്മൾ പുറത്ത് പോകാൻ പോവാണ് ഗൈസ്. ഹലോ ഗൈസ്, ഇത് എൻ്റെ കസിനാണ് ദേവു. ഹായ്. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. നമ്മളപ്പോൾ ക്രിസ്മസിന് മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ ഗൈസ് ഇത്. അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷന് പരിപാടിയൊക്കെ ആയിട്ട് അപ്പുറത്തെ വീട് വരെ പോവാണ് ഗൈസ്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ ട്രീ ഉണ്ടാക്കൽ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ ചെന്ന് ട്രീ ഒക്കെ വെച്ച് കൊടുത്തു. അവിടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ ഗൈസ് അറ്റ് ലാസ്റ്റ് ആയപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നൈറ്റ് ഔട്ടിങ് പോകാൻ പോവാണ്. ഇതെൻ്റെ ആൻറ്റി കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കാറിൽ കയറി നമ്മൾ പിള്ളേരെല്ലാവരും അവർ എടുത്തങ്ങ് ഡിക്കിയിലോട്ടിട്ട്, സ്ഥലമില്ലായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ മൂന്നുപേരും ഡിക്കിക്കകത്ത് അങ്ങോട്ട് ഒതുങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോകാൻ പോകട്ടെ ഗൈസ്. ഇരുട്ടി കഴിയുമ്പോൾ അവിടെ എന്ത് തണുപ്പായിരുന്നെന്ന് അറിയുക ഗൈസ്. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു. അവസാനം നമ്മൾ സ്ഥലത്തെത്തി. സ്ഥലം മറ്റേ കല്യാണത്തണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് അതിൻ്റെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കട്ടപ്പന മുഴുവൻ കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യരില്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ അവിടെ കയറി തിരിച്ചിറങ്ങി ഐസിട്ട പോലെ ഇരിക്കും, അത്രയ്ക്ക് തണുപ്പായിരുന്നു. നമ്മളെല്ലാവരും കൂടി കഷ്ടപ്പെട്ട് തന്നെ പുറത്ത് വലിഞ്ഞ് കയറി അവിടെ നോക്കുമ്പോൾ വ്യൂ ആട്ടോ ഗൈസ്. ഇത് എന്ത് രസമാണെന്നറിയാം എല്ലാം കാണാൻ. അവിടെ നിന്ന് തെന്നി കാണാൻ വീണ ചത്തുപോകും. പക്ഷെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഗൈസ് പൊളിയാണ്. ഓരോ വീട്ടിലും ലൈറ്റ് ഇട്ടിരിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അത്രയ്ക്ക് ഇങ്ങനെ നല്ല ഇരുട്ടത്ത് കുറച്ച് സ്ഥലത്ത് മാത്രം ഇങ്ങനെ ലൈറ്റ് നിൽക്കുന്നതാണ്. എന്ത് രസമാണെന്ന് പറയാം. നമുക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാളും അടിപൊളി വ്യൂ ആണ്. ദൈവം അവിടെ ചെന്ന് തന്നെ കാറ്റുന്ന പോലെ താഴെ കിടന്നു ഗൈസ്. ഇവനവിടെ കിടന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാനപ്പോൾ കുറേച്ച് വീഡിയോ ഒക്കെ എടുത്തു ഗൈസ്. നമ്മൾ എന്നിട്ട് എൻ്റെ പുറത്തൊരു പാറയുടെ പുറത്ത് കയറി ഇരുന്നു. ഞാനും ദൈവം കൂടെ ആയിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയം ഇവിടെ ശിവൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ശിവൻ്റെ പ്രതിമ കേട്ടോ ഗൈസ്, സോറി. അപ്പം അതിൻ്റെ മുമ്പിൽ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. പടക്കമൊക്കെ പൊട്ടിച്ചു. ക്രിസ്മസിൻ്റെ തലേന്നല്ലേ. ക്രിസ്മസിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും ഗൈസ്. എനിക്ക് പോയിട്ട് വന്നതിന് ശേഷം തൊണ്ടവേന, പനി, ജലദോഷമൊക്കെ ആയി. അപ്പോൾ ഗൈസ് നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പടക്കമൊക്കെ പൊടിച്ചു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പടക്കം നല്ല പേടിയാണ്. ആദ്യമായിട്ടാണ് ഞാൻ പൂത്തിരിയൊക്കെ കത്തിക്കുന്നത് ഗൈസ്. അതും ആൾക്കാരൊക്കെ അടുത്തുള്ളതുകൊണ്ട് മാത്രമാണ് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ബാക്കി പാർട്ട് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ. ടാറ്റാ.